ഓൾ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരുപാട് നിയമങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് മുതൽ പ്രിവെൻഷൻ ഓഫ് സെക്ഷൽ ഹറാസ്മെന്റ് ഓഫ് വുമൻ അറ്റ് വർക്ക് പ്ലേസ്, അതുപോലെ ഡൗറി, പ്രൊഹിബിഷൻ ഓഫ് ഡൗറി ആക്ട്, അങ്ങനെ ഒരുപാട് നിയമങ്ങൾ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സുപ്രീം കോടതി ആവട്ടെ അല്ലെങ്കിൽ മറ്റു കോടതികളാവട്ടെ അവരൊക്കെ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഡയറക്ഷൻസ്, ഗൈഡ് ലൈൻസ് ഒക്കെ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എന്നാൽ സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. മെയിൻലി വാർണിംഗ് ആണ് കൊടുക്കുന്നത്. അതായത് വിമൻസിനും അതുപോലെ ഒഫീഷ്യൽസിനും വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. അതായത് ഒരുപാട് ഫേക്ക് കേസസ്, അതായത് പേഴ്സണൽ റിവെഞ്ചസ് തീർക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രൊവിഷൻസ് ഒക്കെ വെച്ചിട്ട് ഒരുപാട് ഫേക്ക് കേസസ് എന്ത് ചെയ്യുന്നുണ്ട്, രജിസ്റ്റർ ചെയ്യുന്നുണ്ടെന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കേസസ് വരുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ 498A പ്രകാരമാണ് കേസസ് കൂടുതൽ വരുന്നതെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആ പ്രൊവിഷന്റെ കാര്യം എന്ന് പറയുന്നത്, അതായത് ഈ ഭാരതീയ ന്യായ സംഹിതയിലെ 498A കറക്റ്റായിട്ട് പറയുന്നത് ഭർത്താവിന്റെ റിലേറ്റീവ്സോ ഭാര്യയെ ഉപദ്രവിക്കുന്നത് ക്രിമിനൽ ഒഫൻസ് ആണെന്ന്. ഈ ഒരു പ്രൊവിഷൻ വെച്ചിട്ടാണ് കൂടുതൽ കേസസും ഫേക്ക് കേസസും വരുന്നതെന്നാണ് സുപ്രീം കോടതി കണ്ടെത്തിയിട്ടുള്ളത്. സുപ്രീം കോടതി സ്ത്രീകൾക്ക് വാർണിംഗ് കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ ഒഫീഷ്യൽസിനോട്, അതായത് പോലീസ് ഡിപ്പാർട്ട്മെന്റിനോടൊക്കെ കേസ് എടുക്കുമ്പോൾ ഇതിന്റെ സത്യാവസ്ഥ കറക്റ്റായിട്ട് മനസ്സിലാക്കിയ ശേഷം മാത്രം കേസ് എടുക്കാനാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതിന് സാധാരണ കോടതി ഈ റോങ് കേസസ് ഒക്കെ വന്നതിന്, അല്ലെങ്കിൽ ഫേക്ക് കേസസ് വന്നതിന് പെനാൽറ്റി കൊടുക്കാറുണ്ട് കൂടുതൽ കേസസ്. പക്ഷേ ഇങ്ങനത്തെ കേസസിന് പെനാൽറ്റി കൊടുക്കാത്തതിനുള്ള കാരണം എന്ന് പറയുന്നത് നമുക്കറിയാം PILൊക്കെ ഫേക്ക് PIL അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത PILൊക്കെ ഫയൽ ചെയ്തതിന് റീസെന്റ് നമുക്കറിയാം 20,000 മുതൽ 50,000 വരെ ഫൈൻ സുപ്രീം കോടതി കെട്ടിച്ചിട്ടുണ്ട് ആൾക്കാർക്ക് PIL ഫേക്ക് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട്. പക്ഷെങ്കിൽ ഇതിനെ ഫൈൻ ചെയ്യാത്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമുക്കറിയാം ഒരുപാട് ജെന്യൂൻ കേസസ് ഇതിനോടൊപ്പം വരുന്നുണ്ട്. പക്ഷെങ്കിൽ ഒരു ഫൈനൊക്കെ ഏർപ്പെടുത്താൻ, അതായത് ഫേക്ക് കേസസിന് ഫൈൻ ഏർപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ ജെന്യൂൻ കേസസ് പോലും രജിസ്റ്റർ ചെയ്യാതെ ആവും. കാരണം ഈ കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത് ജെന്യൂൻ ആണെങ്കിലും ആ കേസ് തോറ്റു കഴിഞ്ഞാൽ അവർ ഫൈൻ അടക്കേണ്ടി വരുമെന്നുള്ളൊരു ഭയത്താൽ അവരെന്ത് ചെയ്യും, അങ്ങനെ ഒരു കേസ് കൊടുക്കാൻ രജിസ്റ്റർ ചെയ്യാതെ ഇരിക്കാനുള്ള ഒരു പ്രശ്നം വരുന്നുണ്ട്. അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനത്തെ കേസസിലൊന്നും എന്താണ് ഒരു പെനാൽറ്റി, അതായത് ഫേക്ക് കേസസിലൊന്നും പെനാൽറ്റി ഈടാക്കാത്തത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കുന്ന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ എനി അദർ വീഡിയോ. ഓക്കെ, താങ്ക് യു.